ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ലൈനിങ് ബ്ലൗസ് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടും അതുപോലെ തന്നെ സപ്പോർട്ടോടും കൂടി മാത്രമേ നമുക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു ടൈലറിങ് ക്ലാസ് ഞാൻ തുടങ്ങുന്നതിനെ പറ്റി. മൺഡേ മുതൽ അത് തുടങ്ങുന്നതാണ്. തയ്യൽ ഒട്ടും അറിയത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ തയ്യൽ കുറച്ചൊക്കെ അറിയുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. അത് എല്ലാവരുടെയും മുമ്പിലോട്ടുള്ള അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് തയ്യൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫീസ് കെട്ടാതെ പഠിക്കുക വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സാരി ബ്ലൗസാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 മീറ്റർ ലൈനിങ് ഇവിടെ എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ ലൈനിങ് നമ്മൾ ടേബിൾ മേലെ വിരിച്ചിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ തേരെന്ന് പറയുമ്പോൾ തുണിയുടെ ഈ സൈഡ് ഭാഗമാണ് തേര് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേര് ഭാഗം നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് 4ആയി ഫോൾഡ് ചെയ്തിടണം. 4ആയി ഫോൾഡ് ചെയ്തിട്ട ശേഷം ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. മെഷർമെൻറ്റിന് സ്ലീവ് ലെന്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കി അതിൽ വെച്ച് ഇവിടെ 1/4 ഇഞ്ച് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മാർജിൻ ഇട്ട ശേഷം സ്ലീവ് വെച്ച് മാർക്ക് ചെയ്യണം. ഇവിടെയും 1/4 ഇഞ്ച് വിടണം. 1/4 ഇഞ്ച് വിട്ട ശേഷം സ്ലീവ് സ്ട്രെയിറ്റായി വെച്ച് ഇവിടെ ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയും സ്ട്രെയിറ്റായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് 3 ഇഞ്ച് വരെ നമ്മൾ ഏകദേശം സ്ട്രെയിറ്റ് ലെവലിലെടുക്കണം. സ്ട്രെയിറ്റിൽ കൊണ്ടുപോകണം. കാരണം നമ്മൾ സ്ലീവിൻ്റെ ആം ഹോൾ ഇരിക്കുന്ന അതായത് ഷോൾഡർ ഇരിക്കുന്ന ഭാഗമാണ് സ്ട്രെയിറ്റ് വരേണ്ടത്. അതിനുശേഷം അവിടുന്ന് ചെറിയ ഷേപ്പ് കൊടുക്കണം. അവിടുന്നാണ് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ 3 ഇഞ്ചിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണം ഷേപ്പ്. അപ്പോൾ ബാക്കിന് നമ്മൾ അവിടുന്ന് ഒരു 3/4 ഇഞ്ച് പുറത്തേക്കാണ് വരയ്ക്കേണ്ടത്. ഫ്രണ്ടിന് ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്കും വരയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒന്നിച്ച് പോകണം ഷേപ്പ്. സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഈ 3 ഇഞ്ച് കറക്റ്റായിട്ട് ബാക്ക് ഷേപ്പാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ ലൂസിന് വേണ്ടിയിട്ട് എത്രയാണ് സ്ലീവ് ലൂസ് വെച്ച് മാർക്ക് ചെയ്ത് ഇവിടെ കറക്റ്റിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം 1.5 ഇഞ്ച് വിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക.
ഇവിടെ വരുന്നത് എത്രയാണെന്ന് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ എൻഡിൽ മാർക്ക് ചെയ്യുക, ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാർക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു നാച്ച് കൊടുക്കാം. ഇവിടെയാണ് സ്റ്റിച്ച് വരേണ്ടത്. സെൻറ്ററിലും മാർക്ക് ചെയ്യാം. ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം വേണം ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഷേപ്പ് ബാക്ക് ഷേപ്പ് ചേഞ്ച് ആവത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ അഥവാ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും, ഈ ഫ്രണ്ട് ഷേപ്പും ബാക്ക് ഷേപ്പും തമ്മിൽ തിരിഞ്ഞും മറിഞ്ഞും പോവും. അപ്പോൾ കൈക്ക് നമുക്ക് ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് ലൈനിങ് വെക്കുക. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം വേണം ഫ്രണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതുപോലെ ചെയ്താൽ നമുക്ക് വർക്ക് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാക്കാണ്. പീസിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്, സ്ലീവിൻ്റെ ബോഡി പാർട്ടിൻ്റെ ലെന്ത് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് ഇവിടെ 1/4 ഇഞ്ച് വിട്ട ശേഷം ഇവിടുന്ന് സ്റ്റിച്ചിങ് കാണാമല്ലോ, സ്റ്റിച്ചിങ്ങിൻ്റെ അവിടുന്ന് 1/4 ഇഞ്ച് വിട്ട ശേഷം ഇവിടെ ലെന്ത് നോക്കുക. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുക. ഈ മാർക്ക് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ 15.25 അതേപോലെ സെൻറ്ററിലും ഒരു മാർക്ക് കൊടുക്കുക, എൻഡിലും ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സാധാരണ എല്ലാവരും 3 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. 3 ഇഞ്ച് എടുക്കുമ്പോൾ സാരി ബ്ലൗസിന് എടുത്ത എന്നാ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ ഇവിടെ മാർജിൻ പിടിക്കുന്നുണ്ട്. 2 സ്ഥലത്തും മാർജിന് 2 സൈഡിലോട്ട് പിടിക്കുന്നത് കൊണ്ട് ഇവിടെ 1/2 ഇഞ്ച് കൂടെ എന്താകും, വൈഡാകും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, 2.25 എടുത്താൽ മതി. 2.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത ശേഷം അങ്ങനെ വൈഡ് വരാതിരിക്കാനും കഴുത്ത് ഷോൾഡർ കറക്റ്റായിട്ട് കഴുത്ത് ടൈറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് 2.25 എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2.25 എടുത്ത് കഴിയുമ്പം തന്നെ ഇവിടെ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് പിടിക്കുമ്പം തന്നെ കറക്റ്റ് 3 നമുക്ക് റെഡി കിട്ടും. റെഡി ആയി കഴിയുമ്പോൾ 3 ഇഞ്ചിലേക്ക് തന്നെ അത് വന്നോളും. അതുകൊണ്ട് എപ്പോഴും ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ അകലം എടുക്കേണ്ടത് 2.25 എടുക്കുക. അതിന് ശേഷം ഷോൾഡർ വന്നിട്ട് നമുക്ക് 2.5 ഇഞ്ച് റെഡി മതിയെങ്കിൽ 3 3.25 എടുക്കാം. ഇല്ല നിങ്ങൾക്ക് 2 ഇഞ്ച് മതിയെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടിയിടുക ഷോൾഡർ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുത്തിൻ്റെ അകലം ഫസ്റ്റ് 2.25 എടുത്ത ശേഷം വേണം എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 3 2.5 മതിയെങ്കിൽ എത്ര എടുക്കണം, നമ്മൾ 3 3.25 എടുക്കുക. 2.5 മതിയെങ്കിൽ അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 2.5 നമുക്ക് ഷോൾഡർ റെഡി കിട്ടും. അപ്പോൾ നമ്മൾ 3.25 മാർക്ക് ചെയ്തിവിടെ 3.25 കുറച്ചും കൂടെ താഴ്ത്തി ഇവിടെ 5.5 വന്നിരിക്കുന്നത് ടോട്ടൽ ഷോൾഡർ. അപ്പോൾ ഈ അതേപോലെ 5.5 ഇവിടെ താഴെ ഇറക്കി ഒരു മാർക്ക് കൊടുക്കുക. ഈ മാർക്കിന് നേരെ തന്നെ നമുക്ക് 5.5 കൈക്കുഴി വരും. ഈ 5.5യും ഈ ഷോൾഡറും ആംഹോളും സെയിം ആയിട്ട് ആണ് കിട്ടുക. എപ്പോഴും അത് ശ്രദ്ധിക്കണം. അപ്പം 5.5 തന്നെ നമ്മൾ എന്തെടുക്കണം, കൈക്കുഴിക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ തന്നെ എന്നിട്ട് അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴിയാണ്. ഇവിടെയാണ് എല്ലാവർക്കും പ്രോബ്ലം വരാറുള്ളത്. സാധാരണ എല്ലാവർക്കും ഞാനും തയ്ക്കുമ്പം ആദ്യം ഇവിടെ തന്നെയായിരുന്നു എല്ലാ പ്രശ്നങ്ങൾ. കൈക്കുഴി ശരിയാവുന്നില്ല, കൈക്ക് ചുളിവ് വരുന്നു, അത് കംപ്ലൈൻറ്റുകൾ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സാരി ബ്ലൗസിന് എടുക്കുമ്പോൾ എപ്പോഴും ഇവിടെ ബാക്ക് 1 ഇഞ്ച് വരണം. ഇവിടുന്ന് ടേപ്പ് എടുത്ത് ഈ കോർണറുണ്ടല്ലോ, ഈ കോർണറിൻ്റെ ഇവിടുന്ന് 1 ഇഞ്ച് ബാക്ക് വരണം. ഇങ്ങനെ ബാക്ക് 1 ഇഞ്ച് കറക്റ്റായിട്ട്
കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതിൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവിൽ നമ്മളിവിടെ ഈ കൈക്കുഴി ഫ്രണ്ട് ഭാഗം എടുത്ത് കൈക്കുഴിയിൽ വരെ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം എത്ര വന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഇപ്പം 9 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ഇരട്ടി എത്രയാണെന്ന് നോക്കണം. 9 4 36 അല്ലേ? അപ്പം 9 4 36 1/2 ഇഞ്ച് മാർജിനും കൂടെ കൂട്ടിയിടണം. അപ്പോൾ എത്രയായി? 36.5 എടുക്കണം. 36.5 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ബാക്കിനാവുമ്പോൾ നമ്മൾ കറക്റ്റ് 36 എടുത്താൽ മതി. ബാക്ക് ടൈറ്റായിട്ടിരിക്കട്ടെ. അതിന് ശേഷം ഫ്രണ്ടിനെടുക്കുമ്പം ആണ് ഈ 1/2 ഇഞ്ച് നമ്മളെപ്പോഴും കൂട്ടിയിടേണ്ടത്. ഇനി ഇത് ഇവിടുന്ന് വേണം 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിടാൻ തയ്യൽ തുമ്പ്. ഈ 9 4 36 ബാക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിടണം. എല്ലാവരും 1/4 ചെസ്റ്റ് പ്ലസ് 3.25 അങ്ങനെ ഇടും. പക്ഷേ നമുക്ക് തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്കും മാർജിൻ സാധാരണഗതിയിൽ എല്ലാവർക്കും കുറവ് വരാറുണ്ട്, അല്ലെങ്കിൽ ടൈറ്റായി പോകാറുണ്ട്, തുണി തികയുന്നില്ല. ഇവിടെ അങ്ങനെ പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെസ്റ്റ് വിട്ടിട്ട് 1/4 ചെസ്റ്റ് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം ഇവിടെ ഇടാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം അതിൻ്റെ താഴെ വരുന്ന ഡൗണിൽ വന്നിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പിന് വേണ്ടിയിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഈ പട്ടി കൊടുത്തിരിക്കുന്ന ഇവിടെ വരെ അളന്ന് നോക്കി എത്രയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ 8.5 വന്നിരിക്കുന്നത്. അപ്പം 4 32 32 1/4 കൂടി ആകുമ്പോൾ 34 വരുന്നുണ്ട്. 8.5 വരുമ്പോൾ അപ്പം 34 34 8.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. 4 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ആണ് 34 വരുന്നത്. അപ്പം സിംഗിൾ പീസിൽ വരുമ്പോൾ 8.5 എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 8.5 പ്ലസ് 1/2 ഇഞ്ച് ഇവിടെ മാർജിൻ കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനെ കൂട്ടി യോജിപ്പിക്കണം. ബാക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ബാക്ക് ഇവിടെ 2 ഫോൾഡായിട്ട് തന്നെ സ്ട്രെയിറ്റ് കട്ടിങ് ആകുമ്പം ഇങ്ങനെ 2 ഫോൾഡ് ചെയ്തിടാവുന്നതാണ്. അതിനുശേഷം ഒപ്പം തന്നെ ഇതിൻ്റെ ഇപ്പം ബാക്കിലല്ല നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫ്രണ്ടിൻ്റെ നെക്ക് കൂടെ ഇവിടെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പിന്നെ ഷേപ്പ് ചെയ്ത് ഇവിടുന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചാണ് ഫ്രണ്ടിന് വരുന്നത്. ഇവിടുന്ന് ഈ മൂലയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കിന് എടുക്കേണ്ടത് 1 ഇഞ്ചും എടുക്കണം. അപ്പം ഫ്രണ്ട് ഷേപ്പ് എപ്പോഴും നമ്മൾ ഫ്രണ്ട് നെക്ക് വെച്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ 1/4 ഇഞ്ച് വിട്ട ശേഷം തയ്യൽ തുമ്പ് നെക്ക് കറക്റ്റായി വെച്ച് ഇവിടെയും 1/4 ഇഞ്ച് വിട്ട ശേഷം ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അളവ് വരുന്നത് 2.5 2.25 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2.25 വെച്ചിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഷേപ്പ് കൊടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ റൗണ്ട് ഷേപ്പ് ഉള്ളത് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ടേപ്പോ സ്കെയിലോ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് കൊടുക്കാം. നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് നല്ല നീറ്റായിട്ട് കിട്ടും. കൈകൊണ്ട് മാർക്ക് ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഷേപ്പിൻ്റെ
എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്രണ്ടിന് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ചിൽ നമ്മളിവിടെ 4.25 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒരു ടക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഫാഷനല്ല ടക്ക്, അപ്പോൾ ഞാൻ ടക്ക് യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഇപ്പോൾ ഒരു 4-4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫ്രണ്ട് ടക്ക് പിടിച്ച് അതിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ജോയിൻറ്റ് വന്നിട്ടുണ്ടല്ലോ, വലിച്ചു പിടിച്ച ശേഷം ഇവിടെ ഇത് നോക്കുക, ഇവിടുത്തെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യണം. ഇവിടെ 12 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും 1 ഇഞ്ച് കൂടുതലിടണം, അല്ലെങ്കിൽ എന്താവും ഈ ടക്കും പിടിച്ച് ഇവിടെ പട്ടി അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും മേലെ കയറിപ്പോകും. അപ്പോൾ എന്താവും ഈ ചെസ്റ്റ് ഇവിടെ ഫ്രണ്ട് പെട്ടി കറക്റ്റായിട്ട് ഇരിക്കുകയില്ല, ബ്രാ പെട്ടി കറക്റ്റായിട്ട് ഇരിക്കുകയില്ല. അപ്പോൾ 12 വന്നാൽ എപ്പോഴും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ അധികം ഇടണം ചെസ്റ്റ് ബ്രാ പെട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 12 വന്നു, ഞാനിവിടെ 13-13.25 ഇടുകയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സൈഡിലാണ്, ജോയിൻ്റാണ്. സൈഡിൽ ഇവിടെ ഈ ആം ഹോളിൻ്റെ അടുത്ത് നിന്ന് ഈ പട്ടി വരെയുള്ള 5 വന്നിരിക്കുന്നത്. 5-ന് നമ്മളിവിടെ 5-5.25 ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പട്ടികൾ തമ്മിലിങ്ങനെ യോജിപ്പിക്കാം. ഈ മാർക്കും ഇവിടുത്തെ ഈ മാർക്കും തമ്മിൽ പട്ടിക്ക് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്യണം. അതിനുശേഷം ഇനി അടുത്ത് ചെയ്യാനുള്ളത് കട്ടിംഗ് ആണ്. കട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നു. അതിനുശേഷം ബാക്കാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക, ഫ്രണ്ട് നമ്മൾ തൊടുന്നില്ല. ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്ക് ഷേപ്പ് 1 ഇഞ്ച് പറഞ്ഞല്ലോ, അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ബാക്ക് കട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഫ്രണ്ടിൻ്റെ പട്ടി കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പട്ടിക്ക് പതുക്കെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്ക് കട്ട് ചെയ്യുക. നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള അതേ മാർക്കിൽ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലൈനിങ് അത് കട്ട് ചെയ്യുക. ഇനി ബാക്ക് നെക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നെക്കിൻ്റെ അളവുകൾ ലൈനിങ് ആദ്യം ജോയിൻറ്റ് ചെയ്ത ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് എത്രയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് 2.25 എടുക്കണം. ഇവിടുന്നുള്ള ഇറക്കം എടുത്ത് അതിന് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിത് കട്ട് ചെയ്യുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ഈസി. നിങ്ങൾക്കും അത് തന്നെ എളുപ്പമാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. ഇനി നമ്മൾ ബോഡി കട്ട് ചെയ്യുക. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലൈനിങ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഈ ബോഡി പീസിലേക്ക് ഇട്ടിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാ എന്തെങ്കിലും കസവിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയ ശേഷം വേണം നമ്മളത് ലെവൽ ചെയ്യണം. ആദ്യം ലെവൽ ചെയ്തെടുത്ത ശേഷം വേണം അതിന് ലൈനിങ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഇതിൻ്റെ ഫുള്ള് എൻഡിലിട്ടിട്ട് ഇവിടം വരെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ബാക്ക് ഷേപ്പിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സെൻറ്ററിൽ ഇവിടെ ഒരു നാച്ച് അടിച്ചു കൊടുക്കുക. ഇവിടെ നാച്ച് ഉണ്ടല്ലോ ഓൾറെഡി, അത് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം നമുക്കത് ഒന്നും കൂടെ ബോഡി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് വശം ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ബോഡി
ലൈനിങ് മേലെ ഇട്ടിട്ടാണ് ബോഡി കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് ഒരു 1-1.25 ഇഞ്ച് മതി. അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കയറ്റി വെക്കണം. അത് ഇതിനെ ഫോൾഡ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് അടിക്കുമ്പോൾ. അതാണ് നെക്ക് കട്ട് ചെയ്യാതിരിക്കുന്നത്. കാരണം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോഡി അകന്നു പോകും, അങ്ങനെയൊക്കെ പ്രോബ്ലം വരും. അതുകൊണ്ടാണ് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ട ബേക്കെന്ന് പറയുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആംഹോളും കട്ട് ചെയ്ത് ഷേപ്പ് എടുക്കുക. ഷേപ്പിൽ കൂടെ താഴെ വരെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബാക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നെക്കിന് വേണ്ടിയിട്ടുള്ള 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഒന്ന് നാച്ചടിച്ച് വെക്കുക. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് 9 അല്ലേ, 9 ഇഞ്ചിൽ ഇവിടെ ഒരു നാച്ചടിക്കണം. നമ്മുടെ ബാക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി അടുത്ത വരുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് കട്ട് ചെയ്ത പാർട്ട് എടുത്ത് ബോഡിയുടെ മേലെ വെക്കുക. നമ്മൾ ബോഡി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ബോഡിക്ക് ലൈനിങ്ങിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരുത്തി വേറെ ലൈനിങ് എടുക്കുകയൊക്കെ ചെയ്യാം. സമയം ബോഡി നമ്മൾ കട്ട് ചെയ്യുക, ആദ്യം ബോഡി മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനിങ്ങും ബോഡിയും കൂടെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൾട്ടുകൾ എന്തെങ്കിലും വന്നാൽ നമുക്ക് അതിനെ മാറ്റാൻ എക്സ്ചേഞ്ച് ആക്കാനൊന്നും പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ കെയറായിട്ട് ആദ്യം ലൈനിങ് കട്ട് ചെയ്യുക. ആ ലൈനിങ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ബോഡിയുടെ മേലെ ലൈനിങ് ഇട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഥവാ മെഷർമെൻറ്റിൽ എന്ത് വ്യത്യാസം വന്നാലും ലൈനിങ്ങേ നമുക്ക് ജോയിൻറ്റ് കൊടുത്താലും അറിയില്ല. ബോഡി പീസ് നമുക്ക് ജോയിൻറ്റ് കൊടുക്കുമ്പോൾ അത് കസ്റ്റമർ സമ്മതിക്കത്തില്ല, കംപ്ലൈൻ്റ് ആകും. പിന്നെ നല്ല തുണിയൊക്കെ ആണെങ്കിൽ തുണി തന്നെ വേസ്റ്റ് ആവും. അങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 9.4 36 ആണെങ്കിൽ ഇവിടെ 1/2 ഇഞ്ചൂടെ കൂട്ടിയെടുക്കണം. കാരണം ഇവിടെ ടക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. കട്ടിങ് കഴിഞ്ഞ ശേഷം ഞാൻ ടക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഫ്രണ്ട് ഷേപ്പ് എടുക്കുന്നില്ല. ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷമാണ് ഫ്രണ്ട് ഷേപ്പ് എടുക്കുന്നത്. ഇതിൻ്റെ ടക്ക് പിടിക്കുന്നതിന് ഇവിടെ ടക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ടക്ക് ഇവിടെ ഇതല്ല, ടക്കുകൾ ഇവിടെ വളരെയധികം ഇടാതെയാണ് കൂടുതലും ബ്ലൗസ് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു 3.5-3.25 ഇഞ്ച് 4 ഇഞ്ച് ഇടാം. മാക്സിമം 4 ഇഞ്ച് ഇടാം. അപ്പോൾ അവിടെ ഒരു ലെന്ത് അടയാളപ്പെടുത്തുക. ലെന്തിലൊരു ഇതിടുക. അതിനുശേഷം അതിൻ്റെ സൈഡിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ 9.5 ഇഞ്ച് 9.25 ഇഞ്ച് എടുത്തിട്ടില്ലേ, ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ആ 3 ഇഞ്ചിൽ നിന്ന് ഈ ടക്കിലേക്ക് ഉള്ള ദൂരം ഒരു ഇവിടെ ഇപ്പം 4 എടുത്ത് അല്ലെങ്കിൽ 3.5 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3-3.5 അതിൻ്റെ ലെന്ത് അനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് 3 കിട്ടുന്നുള്ളൂ. നമ്മൾ ഒരു 3, 2.25, 3 എടുത്താൽ മതിയാവും കേട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മാർക്കിൽ ഇവിടെ ടക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം വരുന്നത് ബട്ടൺ പെട്ടിയാണ്. ബട്ടൺ പെട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ പട്ടി കട്ട് ചെയ്ത് വെച്ച് അതേപോലെ അത് ഇട്ടിട്ട് സെയിം പട്ടി കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കണം.
ഇവിടെ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനൊരു 6 പീസ് വേണം, 6 പീസ് വേണം. നടുക്ക് ക്യാൻവാസ് ഇട്ടിട്ട് തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ 4 പീസ് മതിയാവും, 6 പീസിൻ്റെ ആവശ്യമില്ല ക്യാൻവാസ് ഇടുവാണെങ്കിൽ. ഇങ്ങനെ 2 ലൈനിങ്ങും അതുപോലെ തന്നെ 2 ലൈനിങ് ഉണ്ടെങ്കിൽ 2 ബോഡി പീസും കൂടെ മതിയാവും. അത്രയും പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം കേട്ടോ. ഇനി കട്ടിങ് അടുത്തത് വരുന്നുണ്ട്, സ്റ്റിച്ചിങ് വരുന്നുണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്തത് വീഡിയോ വരുന്നുണ്ട്. അപ്പം കട്ടിങ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ് ചെയ്താലേ നമുക്ക് അതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്തി അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് നല്ല കമൻ്റ് ആയിക്കോട്ടെ, ചീത്ത കമൻ്റ് ആയിക്കോട്ടെ, ചീത്ത കമൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.